മനുഷ്യനായ ഒരല്പം നാണം വേണ്ടേ? ലജ്ജ വേണ്ടേ? പച്ചക്കള്ളം ലോകത്തോട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ പറ്റുക? സകല ആളുകൾക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. പക്ഷെ എന്നിട്ടും യാതൊരു അടിസ്ഥാനവുമില്ലാതെ നുണ പറയുക, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ലോകത്തോട് നോക്കിയിട്ട് പച്ചക്കള്ളം പറയുക, എന്നാൽ എല്ലാവരുടെ മുമ്പിൽ സത്യം പകൽ പോലെ വ്യക്തവുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കുറിച്ചാണ്. ഒരു മര്യാദ ഒക്കെ വേണ്ടേ കള്ളം പറയാനാണെങ്കിൽ പോലും? കള്ളമൊക്കെ പറഞ്ഞോ, എന്നാലും ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ നാലാള് കേൾക്ക വിളിച്ചു പറയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇനി ഇവര് വല്ല സത്യവും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എങ്ങനെയാണ് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ദയവേത് നിങ്ങൾ ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു രാജ്യം യുദ്ധത്തിൽ വിജയിക്കുക? ഈ ഷഹബാസ് ഷെരീഫ് നേരെ തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗനെ കണ്ടു. എർദോഗനുമായിട്ട് ഇസ്താൻബുളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് തുർക്കി പ്രസിഡന്റിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായ സമയത്ത് കൂടെ നിന്നതിന്, അതായത് അന്ന് വന്ന 2-3 വിമാനം നിറയെ ഡ്രോണുകൾ കയറ്റി അയച്ചു കൊടുത്തില്ലേ, അതിനുള്ള നന്ദിയാണ്. എന്തായാലും തുർക്കിയും കൂടെ അങ്ങനെ നിന്നതിന്റെ ഫലമായിട്ട്, അതിന്റെ റിസൾട്ടായിട്ട് പാകിസ്ഥാന് തകർപ്പൻ വിജയമുണ്ടായി, അൽഹംദുലില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഇയാളെങ്ങാനും തട്ടിപ്പോയിട്ട് ഇനി സ്വർഗത്തിലോ നരകത്തിലോ എവിടെ പോയാലും പോകുന്നതിന് മുമ്പ് പടച്ചോൻ ആദ്യം വിളിച്ചിർത്തി ചോദിക്കുക, എൻ്റെ പേര് പറഞ്ഞ് നീ എന്തിനാടാ കള്ളം പറഞ്ഞത്? എന്നെ കൂട്ടുപിടിച്ചുകൊണ്ട്, ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തിനാടാ ലോകത്തോട് കള്ളം പറഞ്ഞെന്നല്ലേ ചോദിക്കുള്ളൂ. സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണോ? എടോ, എങ്ങനെയാണ് ഒരു പരാജയം സമ്മതിച്ച, കീഴടങ്ങാൻ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞൊരു രാജ്യം, ആ രാജ്യം എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ജയം അവകാശപ്പെടുക? 10-12ഓളം എയർബേസുകളും തകർന്ന്, അവിടെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളും കട്ടപ്പുറത്ത്, IF-16 വരെ തകർന്ന് തരിപ്പണമായി, എണീറ്റ് പൊങ്ങാൻ പറ്റാത്ത വിധം ഇനി ഒരു 5-10 കൊല്ലം കൊണ്ടേ പഴയ രീതിയിൽ ആ ഒരു ഇന്നുണ്ടായിരുന്ന, യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ലെവലിലേക്ക് എത്തൂ. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വച്ചങ്ങ് തള്ളുകയാണെന്നേ. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ തുർക്കിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് വിജയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വിജയം എന്ന കാര്യം കള്ളമാണെങ്കിലും തുർക്കിയുടെ സപ്പോർട്ട് കിട്ടി എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയാണെന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അത്രയും സംഭവിച്ചിട്ടുണ്ട്. അന്ന് വന്നിറങ്ങിയ വിമാനം പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത വിധം പാകിസ്ഥാന്റെ ആകാശപാതയിലേക്ക് എത്തുമ്പോൾ ചരക്ക് വിമാനങ്ങൾക്ക് പെട്ടെന്ന് ഒരേ സമയം 3 വിമാനങ്ങളുടെ ഇന്ധനം തീർന്നു പോകുന്നു. അത് നിറയ്ക്കാൻ പാകിസ്ഥാനിൽ തന്നെ ഇറങ്ങുന്നു. അതും C-130 വിമാനം, സാധാരണ വിമാനമൊന്നുമല്ല, മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ്. അപ്പോൾ അത്യാവശ്യം 500-600 ഡ്രോണുകളൊക്കെ ഇന്ത്യക്കെതിരെ ഒരേ സമയത്തൊക്കെ ഉപയോഗിച്ചതിൽ 90% തുർക്കി ഡ്രോണുകളായിരുന്നു. അപ്പൊ ഇതാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത് കൊണ്ട് കൊടുത്തതാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, കാരണം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോ പാകിസ്ഥാന്റെ നാണം കെട്ടൊരു നിലപാടാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു പ്രശ്നമില്ലെന്നേ, അവര് ജയിച്ചു എന്നോ അവര് തകർത്തു എന്നോ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. കാരണം ഈ തുർക്കി ഉൾപ്പെടെയുള്ള ലോകത്തെ സകല രാജ്യങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇന്ന് അറിയാൻ കഴിയും. സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ, അതോടൊപ്പം അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാം. എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതിപ്പോൾ ചൈനയ്ക്ക് അറിയാം. ഈ തള്ളി മറിച്ച് കിടക്കുന്ന ഷഹബാസ് ഷെരീഫിനും അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് സമ്മതിക്കില്ല. അത് സാരമില്ല, അത് നമുക്കിപ്പോൾ പാകിസ്ഥാൻ സമ്മതിക്കണ്ട. എന്തായാലും മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇന്ത്യയുമായിട്ട് മുട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇപ്പോഴും അവരുടെ പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാന് തന്നെ കൊടുക്കുകയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്കറിയാമല്ലോ, മതം മാത്രമാണ് അതിൻ്റെ കാരണം. തുർക്കി ഒരു തീവ്രമായ ഒരു മതരാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ തീവ്രവാദികളെയും വിഘടനവാദികളെയും അതുപോലെ തന്നെ ഭീകരവാദികളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എർദോഗന്റെ ഭരണകൂടത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.